തൃശൂൽ, എന്താ ഇങ്ങനെ ഇരിക്കുന്ന? എന്തു പറ്റി? നീ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്തോ ഒരുപാട് വിഷമം തോന്നുന്നു. എന്തിന്? ശിവാനിയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള എന്റെ മുന്നിൽ ഒരേ ഒരു വഴിയായിരുന്നു ഇത്. ഇപ്പൊ ആ അവസരം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? എന്താ നീ പറയുന്നേ? ആരെക്കുറിച്ചാ പറയുന്നേ? എന്റെ അച്ഛന്റെ ഫ്രണ്ട്. ആര്? അദ്ദേഹത്തിന് എന്താ പറ്റിയത്? വിഷകണ്ഠനെ ആരോ കൊന്നുകളഞ്ഞിരിക്കുക. എന്റെ ശിവാനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണെന്ന് അവൻ അറിയാമായിരുന്നു. മൗണ്ടൻ മിസ്റ്ററി ഫാം ഹൗസില് ഇപ്പൊ അവന്റെ മരണം സംഭവിച്ചിരിക്കുക. ആരോ ശരിക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്താ ഇതൊക്കെ. ഞാൻ എന്റെ ശിവാനിക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഇന്നവൾ ജീവനോടെ ഇല്ലായിരിക്കാം, പക്ഷെ എന്റെ ഹൃദയത്തിനുള്ളിൽ എന്റെ മരണം വരെ അവൾ എന്നും ഉണ്ടായിരിക്കും. അവളെ ബുദ്ധിമുട്ടിപ്പിച്ചവരെ എല്ലാം തന്നെ കണ്ടുപിടിച്ച് ഒരാളെയും വിടാൻ പാടില്ലെന്ന് കരുതിയതാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, സത്യം അറിയാവുന്ന ഒരാളെ പോലും ദൈവം എനിക്ക് ബാക്കി തന്നില്ലല്ലോ. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന അവൾക്ക് ഈ ഗതി വരുത്തിയത് ആരാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? അന്ന് ആ ഭൂപതിയാണെങ്കിൽ എന്റെ കൈകൊണ്ടാ മരിച്ചത്. പിന്നീട് ആ ദണ്ഡപാണി മിസ്ബിഹേവ് ചെയ്തുകൊണ്ട് നീ അവനെ കൊന്നുകളഞ്ഞു. ഇന്നിപ്പോ വിഷകണ്ഠനെയും ആരോ കൊന്നിരിക്കുക. അവനെ കൊന്നുകളഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ തൃശൂൽ? നിന്നിൽ നിന്ന് ഞാൻ സ്നേഹം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. എനിക്ക് ദേഷ്യമുള്ളത് എന്റെ ശത്രുക്കളോട് മാത്രം. എനിക്ക് പക്ഷേ ഇപ്പൊ നിന്നോട് സത്യങ്ങളൊന്നും പറയാനാവില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കു തൃശൂൽ. ഗുരുക്കളെ, ഗുരുക്കളെ എവിടെയാ? അയ്യോ ഗുരുക്കളെ, ഗുരുക്കളെ എവിടെയാ? ഗുരുക്കളെ. എന്താ ദിഗ്വിജയ, എന്തിനാ നീ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അവൻ മരിച്ചുപോയി ഗുരുക്കളെ. ആര്? നമ്മൾ സംരക്ഷിച്ച വിഷകണ്ഠൻ. ആരും മനഃപൂർവ്വം കൊന്നുകളഞ്ഞതാ. എന്റെ രക്ഷാകവചം ഉണ്ടായിട്ടും മരണം സംഭവിച്ചുവെന്നോ? ഇല്ല ഗുരുക്കളെ, ഞാനത് അവന് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴാ അവിടെ അവൻ മരിച്ചു കിടക്കായിരുന്നു. ഇനി നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം ദിഗ്വിജയ. നാഗമാണിക്യം അപഹരിക്കാൻ ശ്രമിച്ചവർ ഒന്നൊന്നായി മരിച്ചു വീഴുന്നത് നീ കണ്ടില്ലേ? ഇനി നീ മാത്രം. ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചുവെന്ന് പറഞ്ഞാലും അവർ വന്ന് നിന്നെ വേട്ടയാടി നിന്റെ മരണം ഉറപ്പുവരുത്തും. യമകിങ്കരന്മാർ വരാൻ പോകുന്നു, നാഗലോക സൈന്യം വരാൻ പോകുന്നു. അവരെ മുന്നിൽ നിന്ന് നയിക്കാനായി നാഗറാണി തന്നെ വരാൻ പോകുന്നു. ഗുരുക്കളെ, അങ്ങ് എന്താടി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കുക. വീണ്ടും അങ്ങ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? അല്ല, ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണുമെന്ന് പറഞ്ഞ് അങ്ങയുടെ കാല് പിടിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അപ്പൊ അങ്ങുകൂടി ഇങ്ങനെ പറഞ്ഞാലോ? സർപ്പങ്ങളുടെ കോപത്തേക്കാൾ അതിഭീകരമായ കോപം മറ്റൊന്നില്ല ദിഗ്വിജയ. പ്രപഞ്ചത്തിലെ തന്നെ ഏതു കോപത്തെയും സ്നേഹമെന്ന ഭാഷയിൽ കീഴ്പ്പെടുത്താം. എന്നാൽ നാഗങ്ങളുടെ കോപത്തിന് അറുതി വരികയില്ല. നാഗങ്ങൾ ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തും, നിന്റെ ജീവിതം ദുഷ്കരമാക്കും. അപ്പൊ ഇനി എന്താണ് ചെയ്യുക ഗുരുക്കളെ? ഇതിന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുക? ഇനിയുള്ളത് ഒരേ ഒരു മാർഗമാണ്. നാഗറാണിയിലൂടെ തന്നെ ആദിശേഷൻ ആരാണെന്ന് കണ്ടെത്തണം. അവർ ഇരുവരെയും ഒരുമിച്ച് ചുട്ടരിക്കുക. അതുമാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം. ഗുരുക്കളെ, അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ആ പൂജ നടത്തണം. ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിച്ചാലോ? അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു കയറിയിരിക്കുന്ന നാഗറാണിയെ എത്രയും വേഗം ചുട്ട് ഭസ്മമാക്കണം. നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷേ പൂജയ്ക്കുള്ള ഉചിതമായ സമയം ഇതല്ല. ആദ്യം അവന്റെ മനുഷ്യരൂപം കണ്ടെത്തണം. അതിനുശേഷം മാത്രമേ പൂജ നടത്താൻ സാധിക്കൂ. നീ ധൈര്യമായിരിക്കൂ. ഒന്നും ചിന്തിച്ച് വിഷമിക്കണ്ട. എങ്ങനെ ചിന്തിക്കാതിരിക്കും? ഗുരുക്കൾ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്.
അതുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കണം ഗുരുക്കളെ. തീർച്ചയായും. ദുസ്തത, എന്തൊക്കെയോ പ്രശ്നങ്ങള്, എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലെ 1000 ചോദ്യങ്ങളാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. തെറ്റേത് ശരിയേത് എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥ. അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി ദൈവത്തിന്റെ മുന്നിൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാത്തിനും ഉത്തരം കിട്ടുന്നൊരു തോന്നല്. അതുകൊണ്ട് അമ്പലത്തിലേക്കൊന്ന് പോണം. ശരി, എന്തായാലും ഞങ്ങൾ നിന്റെ കൂടെ വരാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നോളാം. ഒറ്റയ്ക്ക് പോയി അമ്പലത്തിൽ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി. ശരി, പെട്ടെന്ന് വരാൻ നോക്ക്. നീ പോകുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ നിന്നെ തേടി വരുന്നതാണോ അതോ നീ പ്രശ്നങ്ങളെ തേടി പോകുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നീ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തന്നെ ഞങ്ങൾക്കാകെ പേടിയാ മോളെ. അമ്മാവാ, എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടല്ലോ. എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് ആ ദൈവം എന്റെ കൂടെ തന്നെ നിന്ന് എന്നെ കാത്തോളും. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് വരാം. ഇവളെന്തായി പറയുന്നേ? കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നു, മനസ്സിലെ സംശയങ്ങളൊക്കെ തീർക്കണമെന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം നല്ലതിനാണെന്ന് തന്നെ കരുതാം, പക്ഷെ എല്ലാം തിരിച്ചാ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, ഈ ശൈലു എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എന്തോ അവളുടെ മേൽ ആരുടെയും ദൃഷ്ടി പതിയാതിരിക്കട്ടെ. നാഗമാതാ, ഗുരുവേ പ്രണാമം. നാഗപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ഭൂമിയിൽ പോയ ശിവാനി ചില ദുഷ്ടമനുഷ്യർ കാരണം ബലിയായി നാഗമാണിക്യത്തെയും നാഗലോകത്തെയും മറന്നുവെന്ന് സൂചന ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 24 വർഷങ്ങൾ തേടിയിട്ടും നാഗമാണിക്യം നാഗലോകത്തിൽ എത്താതിരുന്നതിന്റെ കാരണം അവളുടെ ചഞ്ചല മനസ്സാണ് എന്ന് തോന്നുന്നു. മനുഷ്യഗണത്തിൽ താമസിക്കുന്നത് കൊണ്ട് നാഗചൈതന്യം ക്ഷയിച്ചു പോകുന്നു. അത് നാഗലോകത്തിന് നാശമായി ഭവിക്കും. ഗുരുവേ, ശിവാനി നമ്മുടെ ലോകത്തിന്റെ പ്രതിനിധിയാണ്. നാഗലോകത്തിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എല്ലാം ശ്രദ്ധിക്കുന്ന നാഗസ്ത്രീയാണവൾ. അവൾ കാരണം നമ്മുടെ ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. എനിക്ക് വിശ്വാസമുണ്ട് ഗുരുവേ. ശിവാനിയും പിന്നെ എന്റെ മകൻ ആദിശേഷനും നാഗമാണിക്യവുമായി ഈ നാഗലോകത്തിലേക്ക് തീർച്ചയായും തിരികെ വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ നിന്റെ വിശ്വാസം കാരണമാണ് 24 സംവത്സരങ്ങൾ കാത്തത്. എന്നിട്ടും ഇതുവരെയും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം അവർ മനുഷ്യരുടെ ഒപ്പം ചേർന്ന് മനുഷ്യരുടെ സ്വഭാവം സ്വീകരിച്ച് നാഗലോകത്തിനെ മറന്നുപോയത് കൊണ്ടാണ്. ഗുരുവേ, ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. ശിവാനിയുടെ മേൽ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ തന്നെ ഭൂമിയിലേക്ക് പോയി ശിവാനിയെ കണ്ടുപിടിച്ച് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട മാതാ, നിങ്ങൾ പോകേണ്ട. എന്തെന്നാൽ നിങ്ങൾ ആദിശേഷന്റെ അമ്മയാണ്, ശിവാനിയുടെ അമ്മായി. അവളുടെ വയറ്റിൽ നാഗലോകത്തിന്റെ തലമുറയുണ്ട്. അതുകൊണ്ട് മമതയും വാത്സല്യവും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കും. അവരോട് സംസാരിക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ പോയി വരാം. ശരി ഗുരുവേ. പരമേശ്വരന്റെ കൃപയാൽ എല്ലാം നല്ലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓം ജ്വാലമാലിനിയേ നമഃ. ഓം രുദ്രമാലിനിയേ നമഃ. ജ്വാലമാലിനിയേ നമഃ. രുദ്രമാലിനിയേ നമഃ. തെറ്റ് സംഭവിച്ചിരിക്കുന്നു. എന്തുണ്ടായി ഗുരുക്കളെ? എന്താ സംഭവിച്ചേ? മനസ്സിലാകുന്നില്ല ദിഗ്വിജയ. ഒന്നും തെളിയുന്നില്ല.
മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. കണ്ണു തുറന്നാൽ അന്ധകാരം മാത്രം. മുന്നോട്ട് എന്തെന്ന് മനസ്സിലാകുന്നില്ല. ആരുത്തരം തരുമെന്നും അറിയാനാകുന്നില്ല. ഞാൻ ചില വിഷയങ്ങൾ മനസ്സിലാക്കി അതിനുമേൽ മന്ത്രപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ തായി ജ്വാലമാലിനി എന്നെ സഹായിക്കാറുണ്ട്. വഴി കാട്ടിത്തരുന്നതാണ്, എല്ലാ മാർഗനിർദ്ദേശവും തരുന്നതാണ്. എന്നാൽ ഇത്തവണ എല്ലാ മാർഗങ്ങളും അടഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കറിഞ്ഞുകൂടാ ദിഗ്വിജയ. ഇച്ഛാധാരി നാഗങ്ങൾക്ക് നാഗലോകത്ത് സമ്മോഹനം നടക്കുന്നു. ഓരോരോ സൂചനകൾ വരുന്നു. നാഗലോകത്ത് നിന്ന് ഏതോ ഒരു ദൂതൻ ഭൂമിയിലേക്ക് വരുന്നു. ഇച്ഛാധാരി നാഗങ്ങൾക്കുള്ള സന്ദേശവുമായി വരികയാണവൻ. ഇതുമാത്രമാണ് തായി ജ്വാലമാലിനി എന്റെ മനസ്സിൽ കാട്ടിത്തരുന്നത്. തായിയെ പ്രാർത്ഥിച്ചതിൽ നിന്ന് എനിക്ക് തന്ന സൂചന എന്തെന്നാൽ, നാഗലോകത്ത് നിന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ ആരോ ഒരാൾ വന്ന് നാഗരാജനെയും നാഗറാണിയെയും കാണാൻ സാധ്യതയുണ്ട്. അവനെ നമ്മൾ ബന്ധിയാക്കി കഴിഞ്ഞാൽ നാഗമാണിക്യത്തിന്റെ രഹസ്യം, നാഗറാണിയുടെ രഹസ്യം എല്ലാം നമുക്ക് മനസ്സിലാക്കാനാകും. ഇതാണ് തായി ജ്വാലമാലിനിയിൽ നിന്ന് വന്ന സൂചന. അങ്ങ് പറയുന്നത് ശരിയാണ് ഗുരുക്കളെ. പക്ഷേ നാഗലോകത്തിൽ നിന്ന് വന്ന ആളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുക? അതിനെന്താണ് മാർഗം? അതിനൊരു മാർഗമുണ്ട്. ശിവാനി, കൃഷ്ണേ, അവൾ ഈ വഴി തന്നെയല്ലേ പോയത്? എന്നിട്ടിപ്പോൾ അവളെ കാണാതായല്ലോ. അവൾ അധിക ദൂരം പോകാൻ സാധ്യതയില്ല ദാക്ഷായണി. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. നമുക്ക് അവളെ കണ്ടുപിടിച്ചേ മതിയാകൂ. എന്താണിങ്ങനെ നോക്കുന്നത്? എന്താണൊരു പരിചയക്കുറവ്? ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെ വേഷം ധരിച്ച ഉടനെ തന്നെ നരമാനവന്റെ ദുഷ്ടചിന്തയും അഹംഭാവവും നിന്റെ ശരീരത്തിൽ കയറിയെന്നാണോ? വന്നിരിക്കുന്നത് മഹാഗുരു, നാഗലോകത്തിന്റെ ഗുരു. നിന്റെ മുഖാമുഖം വന്ന് നിന്നിട്ടും നമസ്കരിക്കണമെന്നുള്ള സാമാന്യബോധം നിനക്കില്ലേ? എന്തിനാണ് നീ ഇങ്ങനെ നോക്കുന്നത്? ഗുരുവിന്റെ വാക്ക് നീ കേൾക്കുന്നില്ലേ? എന്താണ് നിനക്കിത്ര പുച്ഛം? അല്ല, എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? ആരാ നിങ്ങള്? എന്നോട് തന്നെ നീ ആരെന്ന് ചോദിക്കുന്നു? അഹങ്കാരി, ദുരഹങ്കാരി. അല്ല, ഇവിടെ ഇപ്പൊ നമ്മള് മാത്രല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നിങ്ങളോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാ? ആരാ നിങ്ങള്? എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരാന്ന് പോലും അറിയാതെ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ഏത് മഠത്തിലെ സ്വാമിയാണെന്നാ പറഞ്ഞേ? ഞാനെന്തിനാ നിങ്ങളെ നമസ്കരിക്കുന്നേ? അപമാനകരമാണ്, അവിവേകി. നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല അല്ലേ? ആ ലോകത്തു നിന്നും ഈ ലോകത്തേക്ക് ആര് തന്നെ വന്നാലും അവൻ മാറും. എന്നാൽ നീ മാറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എത്ര വലിയ ഉത്തരവാദിത്വം വഹിച്ചാണ് നിന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഞാൻ തെറ്റാണ് ചെയ്തത്. ഞാൻ കാരണമുണ്ടായത് വളരെ വലിയ തെറ്റാണ്. കൃഷ്ണേ, അങ്ങോട്ട് നോക്കൂ. ആരായിരിക്കും അത്?
അവനെ കണ്ടിട്ട് അവനൊരു സാധാരണ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയത് ഒരു പക്ഷേ ഇവിടെ വന്ന് ഇയാളെ കാണാനാണോ എന്നുള്ള എന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ സംശയങ്ങൾ ഒരിക്കലും മാറുകയില്ല കൃഷ്ണേ. അയാളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഒരുപാട് സിദ്ധിസാധനകൾ സ്വായത്തമാക്കിയിട്ടുള്ള സ്വാമിജിയാണെന്ന്. ഇവളുടെ അടുത്ത് അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത്? ഇത്രയും നാൾ നമ്മൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൾ ഇതുപോലൊരാളെ കാണുന്നതും സംസാരിക്കുന്നതും കണ്ടിട്ടേയില്ല. അപ്പോ നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇവളുടെ ഉള്ളിലുണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഒരു കൂട്ടമാണെന്നാണോ? മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും സന്ദേശവുമായി വന്നതായിരിക്കുമോ? നമ്മൾ ഓരോ തവണയും ഇവളെ കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളും മറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ ആശീർവാദത്താലായിരിക്കും. അതെ ദാക്ഷായണി, വാ നമുക്ക് കുറച്ചുകൂടി അടുത്തു ചെന്ന് അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ലോകത്തിൽ നിനക്ക് തന്ന ആജ്ഞ എന്താണ്? നീ ചെയ്യുന്നതെന്താണ്? പരമപുണ്യമായ നാഗമാണിക്യം സംരക്ഷിക്കുകയായിരുന്നു നിന്റെ കർത്തവ്യം. എന്താ പറഞ്ഞേ? എന്ത് മാണിക്കോ? പരമേശ്വര, വന്ന കാര്യം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നപ്പോൾ എന്ത് അഹങ്കാരം! നീ ചെയ്യുന്നത് ഘോരമായ തെറ്റാണ്. എന്താ നിങ്ങൾ പറയുന്നേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? നീ വന്നത് നമ്മുടെ ലോകത്തിന്റെ മകുടമണി എന്ന് പറഞ്ഞാൽ നാഗമാണിക്യം തിരികെ കൊണ്ടുവരുവാനാണ്. എന്നാൽ നീ എന്താണ് ചെയ്യുന്നത്? ആദിശേഷന്റെ വയറ്റിലുണ്ടാവേണ്ട നാഗമാണിക്യം നിന്റെ അടുത്ത് തന്നെ വെച്ചുകൊണ്ട് എല്ലാം മറന്നുവന്ന് നടിച്ചുകൊണ്ട് സാമാന്യ മനുഷ്യനെ പോലെ പെരുമാറുകയല്ലേ നീ? നിനക്കെന്താ ഓർമ്മക്കേടുണ്ടോ? അതോ നീ ഓർമ്മക്കേടുള്ളതായി അഭിനയിച്ചുകൊണ്ട് എന്റെ ആലോചനയുടെ വഴി തെറ്റിക്കുകയാണോ? അല്ല സ്വാമി, നിങ്ങളെന്തോ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് നിങ്ങൾ ഈ പറയുന്നതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല. നോക്കൂ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുകയാണ്. ഇപ്പൊ നിങ്ങൾ വന്ന് ഇതൊക്കെ പറയുമ്പോ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ്. ദയവ് ഇത് പറയാനുള്ള കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? സങ്കടം, വേദന, കണ്ണുനീര് എല്ലാം മനുഷ്യലോകത്തിന്റെ ഭാവങ്ങളാണ്. മനുഷ്യനായി ജീവിക്കുവാൻ തീരുമാനിച്ചാൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു പ്രശ്നം കടന്നുവരും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വെറും പ്രശ്നങ്ങളുടെ മേൽ പോരാട്ടം. പോരാട്ടത്തിന്റെ അവസാനം മരണം. ഈ മാനവലോകത്തിന്റെ ജീവിതം ഒരിക്കലും ഒരു ജീവിതമായിട്ട് തോന്നില്ല. സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ തോന്നാ. ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. ആരാ നിങ്ങൾ? എന്തൊക്കെയാ നിങ്ങൾ എന്നോട് പറയുന്നേ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിർത്തൂ. തലയ്ക്ക് സുഖമില്ലാത്തത് എനിക്കല്ല, നിനക്കാണ്. തലയ്ക്ക് സുഖമില്ലാതെ സംസാരിക്കുന്നതും പെരുമാറുന്നതും നീയാണ്. നാഗലോകത്തിന് നീ കാരണം അസുഖം സംഭവിച്ചിരിക്കുന്നു. അതിന് തക്ക ശിക്ഷ കിട്ടിയേ മതിയാവൂ. നിനക്ക് കിട്ടിയേ മതിയാവൂ. ആശീർവദിക്കൂ തായേ, ആശീർവദിക്കൂ. നിനക്ക് കോടി പ്രണാമങ്ങൾ. ഗുരുക്കളെ, എന്താ ഉണ്ടായത്? നാഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നാഗരാജനെയും നാഗറാണിയെയും കാണുവാനായി ആരോ വന്നിരിക്കുന്നു എന്നുറപ്പായി. അങ്ങനെയെങ്കിൽ നമ്മൾ അവനെ കണ്ടുപിടിച്ച് നമ്മുടെ മന്ത്രശക്തിയാൽ ബന്ധിച്ചു കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ തന്ത്രശക്തിയാൽ അവന്റെ മനസ്സിലെ ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കിയാൽ നാഗമാണിക്യത്തിന്റെ രഹസ്യം നമുക്ക് കണ്ടെത്താം. നാഗരാജൻ ആരെന്നും നമുക്ക് കണ്ടെത്താനാകും. അങ്ങനെ നാഗറാണിയെയും നാഗരാജനെയും ഒരുമിച്ച് തന്നെ നമുക്ക് ഭസ്മമാക്കി കളയാൻ സാധിക്കും.
അതാണ് നമ്മുടെ ഏക മാർഗം. അങ്ങനെയെങ്കിൽ ഗുരുക്കളെ, നമുക്കിനി താമസിക്കേണ്ട. ധൃതി പിടിച്ചിട്ട് കാര്യമില്ല ദിഗ്വിജയ. ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലുണ്ട്. അതിനെല്ലാം ഉത്തരം കണ്ടെത്തിയിട്ട്